നമസ്കാരം പ്രിയമുള്ളവരെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഇന്ന് ഒരു യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാളുടെ അടുത്ത സുഹൃത്തായ ഫെന്നി നൈനാനെതിരെ കേസെടുത്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. 4/2026 അനുസരിച്ച് ക്രൈം നമ്പർ ഇട്ടുകൊണ്ട് പത്തനംതിട്ട സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഫെന്നി നൈനാൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വൈകുന്നേരം സംസാരിക്കാനുള്ളത്. ആരെന്ത് ചെയ്താലും ഏത് കേസിൽപ്പെടുത്തിയാലും ആരും ചോദിക്കാൻ വരില്ല എന്നുള്ള ഒരു ധാർഷ്ട്യം ചിലർക്കുണ്ട് എന്നുള്ളതാണ് ഇത്തരം അസംഭവ്യമായ കാര്യങ്ങളെ സംഭവ്യമാക്കി കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആരുണ്ട് ചോദിക്കാൻ വാ, അല്ലെങ്കിൽ നീ ഒരാൾ പോലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. തെറ്റായാണെങ്കിൽ പോലും ആ തെറ്റ് വിളിച്ചു പറയാൻ പാടില്ല. രാജാവ് എത്ര നഗ്നനാണെങ്കിലും ആ നഗ്നത വിളിച്ചു പറഞ്ഞ് മറ്റൊരാളെ കേൾപ്പിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ എൻ്റെ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ള ഭരണാധികാരിയുടെ ധിക്കാരമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പ്രതിയെ പറ്റിയുള്ള പ്രതി എന്ന് പറയുന്ന ആൾ കോടതി കേസ് കേട്ട് തെളിവുകൾ പരിശോധിച്ച് അവസാനമാണ് അയാൾ പ്രതിയാണോ അല്ലയോ എന്ന് പറയുന്നത്. അത്തരം ഒരാൾ അങ്ങനെ കോടതിയുടെ മുമ്പിൽ ദയാദാക്ഷിണ്യത്തോടെ കാത്തിരുന്ന ആൾ കഴിഞ്ഞ 1.5 വർഷം മുമ്പ് വരെ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിയായിരുന്നു. ഈ മന്ത്രിസഭയിൽ അയാളുടെ പേര് ആൻ്റണി രാജു. രാജ്യദ്രോഹ കുറ്റമാണ് അയാൾ ചെയ്യൽ. കൊടും കുറ്റവാളിയായ മയക്കുമരുന്നുകാരനെ രാജ്യത്തു നിന്ന് രക്ഷപ്പെടുത്തി വിടുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തെളിവ് വെട്ടിച്ചെറുതാക്കി, അതായത് അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി ഒരു ഇൻ്റർനാഷണൽ ക്രിമിനലിനെ ഇന്ത്യയിൽ നിന്ന് കടത്തിവിട്ട കേസിലെ പ്രതിയെ തൊട്ടടുത്ത് വെച്ചുകൊണ്ടായിരുന്നു നമ്മുടെ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 1.5 വർഷം മുമ്പ് ഭരിച്ചിരുന്നതെന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ മേൽപ്പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇന്ന് കോട്ടയത്ത് ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോൾ രജിത പുളിക്കൽ എന്ന് പറയുന്ന മഹിളാ കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഒരു പ്രവർത്തകയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാം ഗർഭക്കേസിൽ 1, 2, 3 എന്ന് പറഞ്ഞല്ലോ, അതായത് ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാമത്തെ ഗർഭസ്ഥ ശിശു ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയോ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ പേരിൽ അവർക്ക് എതിരെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പുറത്ത് അവർക്കെതിരെ കേസെടുത്തിരുന്നു. ആ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി അവർക്ക് മുൻകൂർ ജാമ്യം കൊടുത്തു. അവർക്കും സന്ദീപ് വാര്യർക്കും കൊടുത്തു. സന്ദീപ് വാര്യർ അതോടുകൂടി അങ്ങ് ഒതുങ്ങി. പക്ഷേ രജിത പുളിക്കൻ ഈ പറഞ്ഞ വിഷയത്തിൽ 3ാം അതിജീവിതം വന്നപ്പോഴും അതിൻ്റെ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിജീവരെ പേര് പുറപ്പെടുവിച്ചില്ല, അതിജീവിത ആരാണെന്ന് പറഞ്ഞില്ല, അവരെ അപമാനിച്ചില്ല, ഒന്നും ചെയ്തില്ല എന്നാണ് ആ ഫേസ്ബുക്കിൽ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് കണ്ട മറ്റു ചിലർ പോലീസ് ഓഫീസർമാർക്ക് അത് അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിലുള്ളതാണ് തോന്നുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നൊരു കാര്യം. മറ്റു സംഭവം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സന്തത സഹചാരി അടുത്ത സുഹൃത്തും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അറിയാവുന്ന ആളുമായ ഫെന്നി നൈനാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ സൈബർ പോലീസ്, അയാളും ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാവർക്കും കിട്ടും. കാരണം യൂട്യൂബ് കാണുന്നവർക്ക് ഫേസ്ബുക്കിൽ പോകാൻ പറ്റും. അവർക്ക് അതിലൂടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് എത്ര കണ്ട് വായിച്ചിട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് പോലും ഞങ്ങൾക്കാർക്കും തോന്നിയില്ല അതിനകത്ത് എന്താണ് കുറ്റകരമായ കാര്യം. എന്തായാലും അയാൾക്കെതിരെ 4/2026 അനുസരിച്ച് പത്തനംതിട്ട സൈബർ പോലീസ് എടുത്ത കേസിനകത്ത് ആ ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ഇന്ന് കൈകൂപ്പിക്കൊണ്ട് ചെന്നു. അവൻ്റെ ആവശ്യം അവന് മുൻകൂർ ജാമ്യം വേണമെന്നല്ല, എനിക്ക് ജാമ്യം വേണമെന്നൊന്നും അവൻ പറഞ്ഞിട്ടില്ല. ഇന്ന് ജസ്റ്റിസ് പ്രദീപ് കുമാറിന് മുമ്പിൽ ക്രിമിനൽ MC 459/2026 ഓൺലൈനായിട്ട് ടുഡേ വെച്ചിട്ടാണ് ആ കേസ് ഫയൽ ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് 700 മേളിലുള്ള നമ്പറായിരുന്നു അതിന് കിട്ടിയെന്ന്. 703 ആണെന്ന് തോന്നുന്നു. 703 അതിന് നമ്പർ കിട്ടിയത്. അവൻ്റെ ആവശ്യം എനിക്കെതിരെ സൈബർ പോലീസ് എടുത്തിരിക്കുന്ന കേസ് FIR കോഷ് ചെയ്ത് കിട്ടണം. അടിസ്ഥാനപരമായി ആ കേസിൻ്റെ പ്രൈമറി സ്റ്റേജിൽ തന്നെ ആ കേസ് നിലനിൽക്കില്ലെന്നും അതുകൊണ്ട് ഈ കേസ് തന്നെ തെറ്റാണ്, വ്യാജമാണ്, അതുകൊണ്ട് കേസ് കോഷ് ചെയ്യുക എന്നുള്ള ധാർമ്മികമായ അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നിസ്സാര കുറ്റകൃത്യത്തിന് നിങ്ങൾ ഒരുപക്ഷെ 5 വർഷമോ 10 വർഷമോ കോടതി വരാന്തയിൽ നിരങ്ങിയതിന് ശേഷം, നിരങ്ങുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അവിടുന്ന് മാറി ഇവിടുന്ന് അങ്ങോട്ട് മാറി ഇരുന്നിട്ട് അവസാനം നിങ്ങളെ വെറുതെ വിടുമ്പോഴേക്കും നിങ്ങൾ അത്രയും വർഷം ഓരോ മാസം കോടതിയിൽ പോയത്, ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്തത്, ജാമ്യമെടുത്ത് ഉൾപ്പെടെയുള്ള 100 കണക്കിന് ദുരിതങ്ങൾക്ക് അവസാനം നിങ്ങളെ വെറുതെ വിടുന്നതിനൊക്കെ നല്ലത്. ഇങ്ങനെയുള്ളൊരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ ചെല്ലാം. അവിടെ നിന്ന് നിങ്ങൾക്കെതിരെയുള്ള FIR കോടതി കോഷ് ചെയ്തു തരും. അതോടെ കേസേ തീർന്നു. ഇനി അതല്ല ചാർജിലേക്ക് പോയി എന്ന് വെച്ചാൽ നിങ്ങൾക്കെതിരെയുള്ള കുറ്റപത്രം ആയി എന്ന് വെക്കുക.
കുറ്റപത്രം കോഷ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റും ഹൈക്കോടതി വഴി. അതല്ല എങ്കിൽ ആ കുറ്റപത്രം എടുത്ത കോടതിയിൽ തന്നെ നിങ്ങൾക്ക് ആ കേസ് ഡിസ്ചാർജ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നിയമത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെ ചട്ടങ്ങൾക്കുള്ളിലുള്ളതാണ്. ഇതൊക്കെ ആരും ഞങ്ങൾക്ക് എന്താ പറഞ്ഞു തരാത്തതെന്ന് ചോദിച്ചാൽ, ഒരു കേസ് 10 വർഷം നടത്തുന്നത് ഒരു കേസ് 1 മാസം കൊണ്ട് തീർക്കുന്നത് തമ്മിലുള്ള വ്യത്യാസമാണ് അതിൻ്റെ പിന്നിൽ. ഞാൻ ഒരു അഡ്വക്കേറ്റ്സിനെതിരായിട്ട് സംസാരിച്ചല്ല, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുള്ളൂ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, FIR തെളിവുകളുടെ അവശേഷം, തെളിവുകളില്ലാത്തതും നിങ്ങൾ കുറ്റം ചെയ്തിട്ടില്ലാത്തതെന്ന് നിങ്ങൾക്കുറപ്പുള്ളതും നിങ്ങളെ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്കുറപ്പുള്ളൊരു കേസിൽ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 1, 2, 3 വക്കീലന്മാരുമായിട്ട് നിങ്ങളുടെ FIRമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വക്കീലിനല്ല, ഒന്നിലധികം വക്കീലന്മാരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കലും തൻ്റെ സുഹൃത്ത് ചൂണ്ടിക്കാണിക്കുന്ന വക്കീലിൻ്റെ അടുത്തല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങൾ കോടതിയുടെ അടുത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ദിവസവും കോടതിയിൽ പോകുന്ന വക്കീലന്മാർ ആരാണെന്ന് നോക്കി അറിയാം, അവർക്ക് കേസ് കാണും. അല്ലാത്തവരൊന്നും വെറുതെ അവിടെ പോയിരിക്കത്തില്ല. എന്നാലും ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള അഡ്വക്കേറ്റോ ഡിസ്കസ് ചെയ്തിട്ട് ഏത് FIRും കോഷ് ചെയ്യാൻ പറ്റും, ഹൈക്കോടതിയിൽ കോഷ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ആരംഭദിശയിൽ തന്നെ. അതല്ലെങ്കിൽ നിങ്ങൾക്കേറിയുള്ള അന്വേഷണം കഴിഞ്ഞു, ആ അന്വേഷണത്തിന് ശേഷം അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആ ചാർജ്, നിങ്ങൾക്കേറിയുള്ള കുറ്റം അതേ കോടതിയിൽ ഡിസ്ചാർജ് ചെയ്യാൻ അപേക്ഷ കൊടുക്കാൻ പറ്റും. ആ ഡിസ്ചാർജ് കോടതി അനുവദിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് തൊട്ട് മുകളിലത്തെ കോടതിയിൽ പോയി ഡിസ്ചാർജ് മേടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ കേസ് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ പോലും 2-3 പ്രാവശ്യത്തെ ബുദ്ധിമുട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ആ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് ഇത് പലപ്പോഴും രാഹുലിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഫെനി നാനാൻ പോയിരിക്കുന്നു. ഫെനി നാനാൻ ചെറിയ പുള്ളിയല്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ശാസ്തമംഗലം അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ ടീമാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് പരാതി കൊടുത്തത്. ടുഡേ 703 ഐറ്റം നമ്പർ 703 കണ്ടത്. പക്ഷേ കേസിനകത്ത് മറ്റൊന്നും തന്നെ വെളിയിലേക്ക് വന്നില്ല. ഒരുപക്ഷെ ആ കേസ് തീരുന്നിടം വരെ, ഇത് കോഷ് ചെയ്യുന്ന സമയം വരെ നോട്ട് ടു അറസ്റ്റും അതിലൂടെ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2 ലക്ഷ്യങ്ങളാണ് അതിനകത്തൂടെ നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അത്രയേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്താലും, അല്ലെ ഞങ്ങൾ എന്ത് ചെയ്താലും, അല്ലെ എൻ്റെ ടീം എന്തൊക്കെ ചെയ്താലും, അല്ലെ കേരള പോലീസ് എന്ത് ചെയ്താലും, അല്ലെ കാക്കിയിടുന്ന ആരെന്ത് ചെയ്താലും ആരും ചോദിക്കാൻ വരാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ നിർദ്ദേശവും ഉദ്ദേശവുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വന്നാൽ, അല്ലെങ്കിൽ വിമർശിച്ചാൽ, സത്യം വിളിച്ചു പറഞ്ഞാൽ നിൻ്റെയൊക്കെ ഗതി ഇതാണെന്നുള്ള ഒരു ചൂണ്ടിക്കാട്ടിലാണ് ഇതിലൂടെ നടന്നിരിക്കുന്നത്. ഞാൻ കേസിൻ്റെ വിവരങ്ങളെ പറ്റിയൊന്നുമല്ല പറഞ്ഞത്, ഒരു പ്രാഥമികമായ അവയർനെസ്, അതുമാത്രമേ ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. ഇതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുൻപോട്ടുള്ള ഓരോ ദിവസവും. ഇത്രയേ ഉള്ളൂ. സർക്കാർ ഉദ്യോഗം കിട്ടുന്നിടം വരെ വലിയ ബുദ്ധിമുട്ടിൽ മുട്ടയിൽ കഴിഞ്ഞൊക്കെ ജോലി മേടിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും അവൻ്റെ കൺഫേം ആവുന്നതിന് മുമ്പ് തന്നെ, ജോലി കൺഫേം ആവുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥ സ്വഭാവം വെളിയിലെടുക്കും. ചെല്ലുന്ന ആളിനോട് നിരിക്കാൻ പറയാനുള്ള മര്യാദയില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കസേരയിൽ ഇരുത്താറില്ല. ഒരുത്തൻ്റെ മുമ്പിൽ 3-4 മണിക്കൂറും പോയി നിന്നാൽ പോലും മിണ്ടാത്ത പലരുണ്ട്. വില്ലേജ് ഓഫീസർമാർ തൊട്ട് മേപ്പോട്ടുള്ളവരെല്ലാം. ചിലർ പൈസ കിട്ടിയെങ്കിലേ പണി ചെയ്യുമെന്നുള്ള വിചാരിക്കുന്നവരുണ്ട്. ചിലർ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അപ്പുറം തന്നെ ദേഹത്തെടുക്കുന്ന യൂണിഫോമിനെ ഓർത്ത് സഗൗരവം നമ്മളെ ചുറ്റും വട്ടം കറക്കുന്നവരുണ്ട്. അത്തരം ആൾക്കാരാണ് ഞങ്ങൾ എന്ത് വേണേലും ചെയ്യും, ഞങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ധാരണയിൽ മുമ്പോട്ട് പോകുന്നത്. അതാണ് കേരളത്തിലെ ബ്യൂറോക്രസിയുടെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ബ്യൂറോക്രാറ്റ്സ് നന്നായാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ നന്നാവും, എല്ലാവരും നന്നാവും. ഞാനിത് ചെയ്യില്ല എന്ന് തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയുന്ന, നിയമം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടെങ്കിൽ ഒരു നാട്ടിലും ഒരു രാജ്യത്തും ഇത്തരം നടപടികൾ ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല. സത്യം കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവും. സത്യം ജനങ്ങൾ അറിയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം അവരുടെ കൈകൾ ശുദ്ധമാണ്. കൈ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. കൈകളും മനസ്സും ശുദ്ധമായിരിക്കണം. നമ്മുടെ മാത്രമല്ല, പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമ്മുടേതും കുടുംബത്തിൻ്റെയും കൈകൾ ശുദ്ധമായിരിക്കണം. ഒപ്പം മനസ്സും തലച്ചോറും. നന്ദി, നമസ്കാരം.